ഹലോ ഡിയേഴ്സ്, അപ്പം നമ്മളിവിടെ ഉണ്ടാക്കുന്ന മട്ടൻ ബിരിയാണിയാണ്. നമ്മുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത്. മട്ടൻ ബിരിയാണിക്ക് വേണ്ടി ഞാൻ 3/4 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് മട്ടൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. എനിക്കൊരു ഐഡിയ ഇല്ല, എൻ്റെ സ്വന്തം സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറച്ച് പെരിഞ്ചീരം ആഡ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ആഡ് ചെയ്യുമെന്ന് അറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മട്ടൻ്റെ ഫ്ലേവറും മുന്തി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മട്ടൻ മസാലയും കൂടി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. ആ ഒരു ചവർപ്പ് മാറാൻ വേണ്ടിയിട്ട്. മട്ടൻ ഒരു പൊതുവേ ഒരു ടേസ്റ്റിന് വ്യത്യാസം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് സ്പെഷ്യലായിട്ട് ഈ 2 ഐറ്റമാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതും നമ്മുടെ ഈസ്റ്റേണിൻ്റെ മട്ടൻ മസാലയാണ്. കുറച്ചും കൂടി ഫ്ലേവേർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മസാല തന്നെ ആഡ് ചെയ്തത്. മട്ടൻ ആയതുകൊണ്ട് നമുക്കൊരു 6 മുതൽ 7 വിസിലൊക്കെ ആവശ്യമായിട്ട് വരും, ഓരോ കുക്കറിനനുസരിച്ചാണ്. എന്നിട്ട് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് വേവിക്കാം. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിനയിലയാണ്, അത് നമ്മൾ കുറച്ച് ഏറെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറയാം, ഞാൻ നമ്മുടെ ചാനലിടുന്നതാണ്. പിന്നെ ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നമ്മുടെ ഇൻഗ്രീഡിയൻസ് സാധാരണ ബിരിയാണിക്ക് വേണ്ട എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കാഷ്യൂ, അതുപോലെ തന്നെ മുന്തിരി, അതുപോലെ തന്നെ ഒനിയനൊക്കെ നല്ല രീതിയിൽ വറുത്ത് വെക്കുന്നുണ്ട് നമ്മൾ ബിരിയാണിയെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാനങ്ങനെ കൂടുതൽ പറഞ്ഞ് ബിരിയാണിയുടെ കാര്യം പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. നമ്മൾ സാധാരണ വെക്കുന്ന പോലെയൊക്കെ തന്നെയാണ്. ഇനി റെസിപ്പി വേണമെങ്കിൽ മാത്രം ഇനി മട്ടൻ വാങ്ങുന്ന ദിവസം വെക്കുന്നതാണ്. അവസാനം ബിരിയാണി റെഡി.